നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴുത്തിൽ കുത്തിയിറക്കി കഠിനംകുളത്തെ ആതിരയുടെ കൊലപാതകം. ആതിരയെ കൊലപ്പെടുത്തിയത് കൊല്ലം ദളവാപുരം സ്വദേശി ജോൺസൺ ഔസേപ്പ് എന്ന് സ്ഥിരീകരിച്ചു പോലീസ്. ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ ചെയ്യുന്ന ഫിസിയോതെറാപ്പിസ്റ്റാണ് ഇയാൾ. ജോൺസൺ ഔസേപ്പ് ഇതിനകം തന്നെ പോലീസ് വലയിലായി എന്ന വാർത്തകൾ പുറത്തുവരുന്നു. എന്നാൽ പോലീസ് ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ആതിരയുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്താണ് ജോൺസൺ. കഴിഞ്ഞ കുറേ കാലമായി ആതിരയും ജോൺസണും തമ്മിൽ വളരെ അടുത്ത സൗഹൃദം. ഇൻസ്റ്റാഗ്രാം റീൽസുകൾ ചെയ്യുന്ന ജോൺസണോട് ആതിരയ്ക്ക് പ്രത്യേക മമത. ഒരു വർഷത്തിലേറെ യുവതിയുമായി വല്ലാത്ത അടുപ്പത്തിലായിരുന്നു ജോൺസൺ. ആദ്യം സൗഹൃദം, പിന്നീട് സൗഹൃദത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ച് കൂടുതൽ കടുത്ത അടുപ്പം. യുവതിയും ഈ യുവാവും തമ്മിൽ സാമ്പത്തിക ബന്ധവുമുണ്ടായിരുന്നു. എന്നാൽ ഭർത്താവ് പൂജാരിയായ രാജീവ് ഇക്കാര്യങ്ങൾ ആദ്യം തിരിച്ചറിഞ്ഞിരുന്നില്ല. നേരത്തെ യുവതി ജോൺസണുമായി പല സ്ഥലങ്ങളിലും കറങ്ങി എന്ന സൂചനകൾ ഇതിനകം തന്നെ പോലീസിന് ലഭിച്ചു. ഇടക്കാലത്ത് ഇയാൾ പെരുമാതുറയിലെത്തി അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് ദിവസങ്ങളോളം താമസിച്ചു. ഇക്കാലയളവിൽ യുവതി പെരുമാതുറയിലെ വീട്ടിലെത്തിയോ എന്നതും പോലീസ് പരിശോധിക്കുന്നു. ഒടുവിൽ റീൽസുകാരനായ ഫിസിയോതെറാപ്പിസ്റ്റ് തന്റെ തനിനിറം പുറത്തിറക്കി. ചെല്ലാനത്ത് നിന്ന് വിവാഹം കഴിച്ച് അവിടെ താമസിക്കുകയായിരുന്നു ഇയാൾ. 3 വർഷമായി ഭാര്യയുമായി പിരിഞ്ഞു താമസിക്കുന്നു. പിന്നീട് ഇയാൾ കൊല്ലത്തും കൊച്ചിയിലുമായി മാറി മാറി താമസിച്ചു. ഒപ്പം ഫിസിയോതെറാപ്പി എന്ന തന്റെ ജോലിയും തുടർന്നു. ഇതിനിടയിൽ 2 ഇടങ്ങളിൽ യുവതികളുമായി ഇയാൾ സൗഹൃദം സ്ഥാപിച്ചുവെന്ന വിവരം ഇപ്പോൾ പോലീസിന് ലഭിച്ചു. കൊല്ലത്തെ ഒരു സുഹൃത്തിന്റെ പേരിലുള്ള തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചാണ് ഇയാൾ സിം കാർഡ് സംഘടിപ്പിച്ചത്. കൊലപാതകത്തിന് ശേഷം പ്രതി കൊണ്ടുപോയ വീട്ടമ്മയുടെ സ്കൂട്ടർ നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു. 30 വയസ്സുകാരിയാണ് ആതിര. ഭർത്താവ് രാജീവ് അമ്പലത്തിൽ പൂജ ചെയ്യുന്നു. പൂജാരിയായ ഭർത്താവ് രാവിലെ 5 മണിക്ക് അമ്പലത്തിലേക്ക് പോകും. പിന്നീട് അയാൾ മടങ്ങി വരുന്നത് ഏകദേശം 11:30നും 12:00നും ഇടയിൽ. ഉച്ച കഴിഞ്ഞ് വീണ്ടും രാജീവ് ക്ഷേത്രത്തിലെ പൂജകൾക്കായി പോകും. രാത്രി ഏറെ വൈകിയാണ് പൂജാരിയായ ഭർത്താവ് മടങ്ങി വരുന്നത്. രാവിലെ 8:45 സ്കൂൾ ബസ് വരും. കുട്ടിയെ സ്കൂൾ ബസ്സിൽ കയറ്റി അയച്ചാൽ പിന്നീട് ആതിര മുഴുവൻ സമയവും സമൂഹ മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചാറ്റിംഗ് തന്നെയായിരുന്നു ആതിരയുടെ മുഖ്യ ഹോബി. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ജോൺസണുമായുള്ള സൗഹൃദം അത് പിന്നീട് അതിർവരമ്പുകൾ ലംഘിച്ചു. അവിടെയാണ് ആതിരയ്ക്ക് പിഴച്ചത്. ആതിരയുമായി വല്ലാത്ത അടുപ്പം സ്ഥാപിച്ച ജോൺസൺ ഏത് തലങ്ങളിലൊക്കെ ആതിരയെ ഭയപ്പെടുത്തി എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. കൃത്യം നടക്കുന്ന ദിവസം രാവിലെ 9 മണിക്ക് ആതിരയുടെ വീട്ടിൽ ജോൺസൺ എത്തി എന്നാണിപ്പോൾ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. വീട്ടിലെത്തിയ ജോൺസണ് ചായ കൊടുത്താണ് ആതിര സ്വീകരിച്ചത്. പിന്നീട് യുവതിക്ക് എന്തെങ്കിലും നൽകി മയക്കിക്കിടത്തിയാവാം കഴുത്തിൽ കത്തി കുത്തിയിറക്കി കൊലപ്പെടുത്തിയത് എന്ന് പോലീസ് സംശയിക്കുന്നു. തൊട്ടടുത്ത വീടുകൾ. ഭർത്താവ് പൂജാരിയായി ജോലി ചെയ്യുന്ന ക്ഷേത്രം തൊട്ടടുത്താണ്. കൃത്യം നടന്ന അന്നേ ദിവസം രാവിലെ പ്രതി പെരുമാതുറയിലെ വീട്ടിൽ നിന്നും ഒരു കത്തിയുമായി പുറപ്പെടുന്നത് പോലീസ് കണ്ടെത്തി. ഇൻസ്റ്റാഗ്രാമിൽ 12,000 ഫോളോവേഴ്സുള്ള ആളാണ് പ്രതി ജോൺസൺ. പൂജാരിയായ ഭർത്താവ് ക്ഷേത്രത്തിലെ പൂജകളൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയത് രാവിലെ 11:30 മണിക്ക്. ആതിരയെ കൊല്ലപ്പെട്ട നിലയിലാണ് താൻ കണ്ടത് എന്ന് രാജീവ് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. എല്ലാ മാസവും ആതിരയെ കാണാൻ ഈ പ്രതി കഠിനംകുളത്ത് എത്താറുണ്ട് എന്ന് പോലീസ് പറയുന്നു. ആതിരയെ കാണാനായി കഠിനംകുളത്ത് വരുന്ന ദിവസങ്ങളിലൊക്കെ പ്രതി പെരുമാതുറയിലെ ആ വാടക വീട്ടിലാണ് താമസം. തുടക്കം മുതൽ ഒട്ടനവധി സംശയങ്ങളിലൂടെയാണ് പോലീസ് തങ്ങളുടെ അന്വേഷണം കൊണ്ടുപോയത്. ഭർത്താവിനോട് ആതിര ദിവസങ്ങൾക്ക് മുൻപ് പ്രതിയെക്കുറിച്ചുള്ള ചില സൂചനകൾ നൽകിയിരുന്നു. സോഷ്യൽ മീഡിയ ചാറ്റ് റൂമുകളിൽ ഒരുപാട് സമയം ചിലവഴിക്കുന്ന ആതിരയെ ഭർത്താവ് രാജീവ് ശ്രദ്ധിക്കുന്നു. തുടർന്ന് ശക്തമായി ഇക്കാര്യം വിലക്കി. എന്നാൽ ഭർത്താവിന്റെ വിലക്ക് അവഗണിച്ച് ചാറ്റ് റൂമിൽ കയറി ഈ പ്രതിയുമായി ചാറ്റിംഗ് തുടർന്നിരുന്നു യുവതി. പലവട്ടം താൻ വിലക്കിയെന്നാണ് പോലീസിനോടിപ്പോൾ രാജീവ് പറയുന്നത്. ഭർത്താവും ബന്ധുക്കളുമൊക്കെ തിരിച്ചറിയുന്നു എന്ന് മനസ്സിലാക്കിയ യുവതി ക്രമേണ പ്രതിയിൽ നിന്നകന്നു എന്നതാവാം കാരണമെന്ന് പോലീസ് സംശയിക്കുന്നു. തുടർന്ന് പ്രതി കൂടുതൽ പ്രകോപിതനാവുകയും ആതിരയെ കൊലപ്പെടുത്താൻ നിശ്ചയിച്ചുറപ്പിച്ച് കഠിനംകുളത്തെത്തുകയുമാവാം ഉണ്ടായത്. എന്നാൽ പോലീസിനെ കുഴയ്ക്കുന്ന മറ്റു ചില ചോദ്യങ്ങളുണ്ട്. മുൻപൊരിക്കൽ ആതിര തന്നോട് ചില വെളിപ്പെടുത്തലുകൾ നടത്തി എന്ന് ഭർത്താവ് രാജീവ് പോലീസിനോട് പറഞ്ഞിരുന്നു. തന്റെ നേർക്കൊരാൾ വധഭീഷണി മുഴക്കി എന്നതായിരുന്നു ആതിര തന്നോട് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഏതൊരു ഭർത്താവും ഭാര്യയോട് ആരാണ് അയാൾ എന്ന് ചോദിക്കുമല്ലോ. എന്നാൽ രാജീവ് പോലീസിനോട് പറയുന്നത് പ്രതിയെക്കുറിച്ചുള്ള ഒരു വിവരവും തനിക്കറിയില്ല എന്ന്. സോഷ്യൽ മീഡിയയിൽ പ്രതിയുടെ പേര് പോലും തനിക്കറിയില്ല എന്ന മൊഴി തന്നെയാണ് പോലീസിനേറെ സംശയങ്ങൾ ഉണ്ടാക്കിയത്. ഭാര്യയെ കൊലപ്പെടുത്തുമെന്ന് ഒരുത്തൻ ഭയപ്പെടുത്തിയാൽ അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ സ്വാഭാവികമായി ഭർത്താവ് ചെയ്യില്ലേ?
എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് തുടക്കം മുതൽ പോലീസിന് ഒരു സംശയം നിഴലിച്ചിരുന്നു. ജോൺസൺ ഔസേപ്പ് വീട്ടിലെത്തിയതിനു ശേഷം അവിടെ നടന്ന സംഭവങ്ങൾ എന്താണ്? അതൊരുപക്ഷെ പ്രതിയെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മാത്രമേ പൂർണ്ണചിത്രം പോലീസിന് ലഭിക്കൂ. ഭർത്താവ് രാജീവിനെ ഇനിയും ചോദ്യം ചെയ്യണമെന്ന് പോലീസ് പറയുന്നു. ഇക്കഴിഞ്ഞ ദിവസം ആതിരയുടെ സംസ്കാരം നടന്നു. ആതിരയുടെ സംസ്കാരത്തിന് ശേഷം അത്തരം കാര്യങ്ങളുമായി പോകാം എന്നതാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. ഇന്ന് രാജീവിനെ കൂടുതൽ ചോദ്യം ചെയ്യും എന്ന് പോലീസ് പറയുന്നു. ഫിസിയോതെറാപ്പിസ്റ്റായ ഈ യുവാവിന് എറണാകുളത്തും കൊല്ലത്തുമൊക്കെ മറ്റു പെൺസുഹൃത്തുക്കളുണ്ട് എന്ന സംശയവും ശക്തമാണ്. ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെയാണ് ആരാധകരെ ഇയാൾ സമ്പാദിക്കുന്നത്. ഫിസിയോതെറാപ്പിസ്റ്റായി ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഈ പ്രകൃതമുള്ള ഒരാൾ എത്രത്തോളം രോഗികൾക്ക് സുരക്ഷിതനായിരിക്കും എന്ന സംശയവും സ്വാഭാവികമായി ഉയരുന്നുണ്ട്. പ്രതി തന്നെ കൊണ്ടുവന്ന കത്തി കൊണ്ടാണ് യുവതിയെ കൊലപ്പെടുത്തിയത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ജോൺസണും ആതിരയും തമ്മിലുള്ള അടുത്ത ബന്ധം, ഒരുപക്ഷെ സുഹൃത്തുക്കളും ഭർത്താവുമൊക്കെ ഇത് തിരിച്ചറിയുമെന്ന ഭയത്താൽ ആതിര പിൻവാങ്ങിയതാവാം ഈ ക്രൂരകൃത്യത്തിന് കാരണം. ഭർത്താവിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പോലീസ് പറയുന്നു. ഭർത്താവിന് ജോൺസണെക്കുറിച്ചുള്ള വിവരങ്ങൾ പൂർണ്ണമായി അറിയാമെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. പിന്നെ എന്തിനാണ് രാജീവ് ഇക്കാര്യങ്ങൾ പോലീസിൽ നിന്ന് മറച്ചു പിടിക്കുന്നത്? തന്റെ സുഹൃത്തിനെക്കുറിച്ച് ഭർത്താവിനോട് ആതിര വെളിപ്പെടുത്തിയത് 7 മാസം മുൻപാണ് എന്ന് ഭർത്താവ് രാജീവ് പോലീസിനോട് പറഞ്ഞു. എന്നിട്ടും ആ ഭർത്താവ് എന്തുകൊണ്ട് സുഹൃത്തിനെക്കുറിച്ചോ ബന്ധങ്ങളെക്കുറിച്ചോ കൂടുതൽ അന്വേഷിച്ചില്ല? സുഹൃത്തിന്റെ പേരോ അഡ്രസ്സോ ഒന്നും താൻ അന്വേഷിച്ചില്ല എന്നാണ് രാജീവ് പോലീസിനോട് പറഞ്ഞത്. പട്ടാപ്പകൽ ഒരു വീട്ടമ്മയെ വീട്ടിൽ കയറി കഴുത്തിൽ കുത്തി കൊലപ്പെടുത്തുക, ആതിരയുടെ സ്കൂട്ടർ തന്നെ ഉപയോഗിച്ച് പ്രതി റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് രക്ഷപ്പെടുക. 2 ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാൻ കഴിയാത്ത പോലീസ്. കടുത്ത വിമർശനങ്ങളാണ് ഈ കേസിൽ കേരളം ഉയർത്തിയത്. വടക്കേവിള പാടിക്കവിളാകം ഭരണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന വെഞ്ഞാറമൂട് ആലിയാട് പ്ലാവിള വീട്ടിൽ ആതിര എന്ന മാളുവാണ് ഈ 30 വയസ്സുകാരി. ആതിരയുടെ കൊലപാതകം വിശദമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണ് എന്ന് തുടക്കത്തിൽ തന്നെ പോലീസിന് മനസ്സിലായി. സമൂഹ മാധ്യമത്തിലൂടെ ദീർഘകാലമായി ആതിരയുമായി അടുപ്പമുണ്ടായിരുന്ന യുവാവ്, ആ യുവാവിനെ ചുറ്റിപ്പറ്റിയാണ് തുടക്കം മുതൽ അന്വേഷണം നീങ്ങിയത്. ആതിരയെ 8 വർഷം മുൻപാണ് പൂജാരിയായ രാജീവ് വിവാഹം ചെയ്തത്. ക്ഷേത്ര ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. തൊട്ടടുത്ത വീടിന്റെ മതിൽ ചാടിക്കടന്നാണ് പ്രതി ഇവരുടെ വീട്ടിലെത്തിയത്. ഈ വീടിനെക്കുറിച്ചും പരിസരത്തെക്കുറിച്ചുമൊക്കെ പ്രതിക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു എന്ന് പോലീസിന് തുടക്കത്തിൽ ബോധ്യപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തോട് ചേർന്ന് കഠിനംകുളം പോലൊരു പ്രദേശത്ത് ഒരു യുവതിയെ പട്ടാപ്പകൽ വീട്ടിലെത്തി കഴുത്തറുത്ത് കൊലപ്പെടുത്തുക, ഇതിന് പിന്നിൽ സമൂഹ മാധ്യമ പരിചയവും അതിലപ്പുറം സൗഹൃദവുമാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇത്തരം ബന്ധങ്ങളുടെ അപകടം പൂർണ്ണമായി മനസ്സിലാക്കേണ്ടത്. സമൂഹ മാധ്യമങ്ങളുടെ ഈ സൗഹൃദക്കെണിയിൽപ്പെട്ട് എത്രയെത്ര സ്ത്രീകളാണ് തങ്ങളുടെ ജീവിതം തുലച്ചെടുക്കുന്നത്. എത്രയെത്ര പുരുഷന്മാർ അവരുടെ ജീവിതം നശിപ്പിച്ചെറിയുന്നു. പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ പരിചയപ്പെടുന്ന അപരിചിതരുമായി സൗഹൃദമാണ് തുടക്കം. പിന്നീട് സൗഹൃദം പ്രണയത്തിൻ്റെ ഭാവം കൈവരിക്കും. അവിടെ കാമത്തിനും ലൈംഗികാസക്തിക്കുമൊക്കെ വലിയ പ്രാധാന്യം കൈവരുന്നു. തിരക്കുള്ള നഗരത്തിലേക്ക് ഭർത്താവിനെയും കുടുംബത്തെയും ഒക്കെ കബളിപ്പിച്ച് പിന്നീട് സ്ത്രീകളുടെ യാത്ര. ഈ യാത്രകൾ ചെന്നെത്തുന്നത് ഒരിക്കലും തീരാത്ത ദുരന്തങ്ങളിലേക്കാണ് എന്നവർ മനസ്സിലാക്കുന്നില്ല. പലപ്പോഴും കെടിയൊരുക്കുന്നത് അവർ തന്നെ. ഭർത്താവ് ക്ഷേത്രത്തിലെത്തി പൂജാരിയായി ജോലി ചെയ്യുമ്പോൾ ഇത്തരം ഇൻസ്റ്റാഗ്രാം പൂജകൾക്കിറങ്ങുന്നവർക്കാണ് ഗതികേടുകൾ സംഭവിക്കുന്നത്. ദുരന്തം തിരിച്ചറിയുമ്പോഴേക്കും പലപ്പോഴും ജീവിതം കൈവിട്ടിരിക്കും. അതല്ല എങ്കിൽ നിങ്ങളെ അപകടക്കെണിയിലാക്കുന്ന പലതും അവർ കൈക്കുള്ളിലാക്കും. അവിടെയാണ് പിന്നീടങ്ങോട്ടുള്ള അടിമ ജീവിതം. വല്ലാത്ത ദുരവസ്ഥകളിലൂടെ കടന്നു പോകുന്ന എത്രയെത്രയോ മനുഷ്യജീവിതങ്ങളുണ്ട് കേരളത്തിൽ. അവരൊക്കെ ചെന്നെത്തുന്ന ഈ അപകടക്കെണിയുടെ ആഴം അവർ മനസ്സിലാക്കുന്നില്ല. ഒരു കൊലക്കത്തിക്കിരയായി ഒടുവിൽ ജീവിതം തീരാനാണ് പലരുടെയും വിധി. അതുതന്നെ ആതിരയുടെ കാര്യത്തിലും ആവർത്തിച്ചിരിക്കുന്നു. ഈ കൊലയാളിയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ശേഖരിച്ച് അത് സമൂഹത്തിന് മുന്നിൽ പകർത്താനുള്ള ഉത്തരവാദിത്തം നമ്മുടെ പോലീസിനുണ്ട്. അതവർ വൃത്തിയായി ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.